ബ്രാൻഡ് രാവിലെ എത്തും. പിന്നെ കള്ളപ്പം ഒരു 10 കൂട്ടി വെക്കാം. ഒരു 10 കൂട്ടി കഴിക്കും. പിന്നെ ഈ അപ്പം ചുടുമ്പോഴേ ഈ പുഴുക്കരിയും കൂടെ ചേർത്തരയ്ക്കുവാണെങ്കിൽ ഈ അപ്പത്തിന്റെ മുകളിൽ ഒരു കൊമള വരും. അങ്ങനെ ഈ അപ്പം ഒരുവരാന്നിരിക്കും, നല്ല പശപശാന്നിരിക്കുന്ന അപ്പം. എങ്ങനെയുണ്ട്? ആ ചായ ഒന്ന് എന്നാ ചായ കുടിക്കുക. എവിടെ വന്നടി അതിന്റെ മുകളിലോട്ട് നല്ല കൊഴുത്ത പോത്തിന്റെ ചാറ് അങ്ങനെ പെരണ്ട് കിടക്കണം. അങ്ങനെ നല്ല പെരണ്ട് നല്ല. നീ ആരോടെ ഫോണിനകത്ത് സംസാരിച്ചിരിക്കുന്നത്? ആരെ? ഏത് കൂട്ടുകാരൻ? ഒന്നിരുന്നിട്ട് പോയിക്കില്ല, ആൾക്കാർ വന്നിരിക്കുകയാണ് പള്ളി. ആ പിന്നെ ലൂക്കോച്ചാ, നീ ഉണ്ടാക്കി വെച്ചേക്കണ മീൻകറി ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയേക്കണേ. അതിന്റെ എരിവും പുളിയും മണവും ഒക്കെ അത് തുറക്കുമ്പോ അറിയാം. പുളിശ്ശേരി നമുക്ക് കൈതച്ചക്കിട്ടൊക്കെ പിടിക്കാം. ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നല്ല ചേമ്പിന്റെ വിത്തിട്ടങ്ങ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പുളിശ്ശേരിക്ക് എന്നാ ചേമ്പ് വിത്ത് എടുത്തിട്ട് ഈമ്പിയെ കൂടെ കുടിക്കണം. പിന്നെ അച്ചാറുണ്ടാക്കുമ്പോ പച്ചക്കുരുവോളം ഉണ്ടാക്കി വെച്ചാൽ മതി. ആ എന്നാന്ന് വെച്ചാൽ കൂട്ടുന്നവരുടെ തലേന്ന് പേൻ പറന്നു പോകണം. ഇനി പോത്ത് ഉലർത്തിയത് അവനാണ് നമ്മുടെ കഥന. അതുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് നല്ല തേങ്ങാക്കൊത്ത് ഇങ്ങനെ വളഞ്ഞ് നല്ല അമ്പിളി മാമനെ പോലെ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇറച്ചിയിൽ നെയ്യ്, ഈ നെയ് കഷ്ണം അങ്ങനെ ചക്കരപ്പാനി പോലെ ഓരോ കഷത്തിലും മെഴുകി ഇങ്ങനെ ഇരിക്കണം.